തെരഞ്ഞെടുപ്പിന് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് സാറേ. അത് ഇന്നാട്ടിലെ ആണുങ്ങളുടെ മറ്റൊരു ആഘോഷ പരിപാടി മാത്രമാണ്. സ്ഥാനാർത്ഥി പട്ടിക തന്നെ നോക്കൂ. അതിൽ എത്ര സ്ത്രീകളുണ്ട്? എത്ര സീറ്റുകളിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത നേതൃത്വം കൊടുത്തിട്ടുള്ള സ്ത്രീകൾ സ്ഥാനാർത്ഥികളായി വന്നിട്ടുണ്ട്? ജാതി മത കുടുംബ ഫോർമുലകളൊക്കെ നോക്കിയാണ് നമ്മുടെ സാക്ഷര പുരോഗമന നമ്പർ 1 കേരളത്തിലും ഇപ്പോഴും സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗവും തീരുമാനിക്കപ്പെടുന്നതെന്ന വസ്തുത നമ്മെ ലജ്ജിപ്പിക്കുകയേയില്ല. ദലിത്, ആദിവാസി, പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ സാന്നിധ്യത്തെ പറ്റി പിന്നെ പറഞ്ഞിട്ടേ കാര്യമില്ലല്ലോ. പാർലമെന്റിലേക്ക് സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്ന ബില്ല് പാസ്സായ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. ബില്ല് പാസ്സാക്കിയതുപോലും സ്ത്രീകളെ അടുത്ത കാലത്തൊന്നും പാർലമെന്റിന്റെ പടി കയറ്റരുതെന്ന ഉദ്ദേശം വെച്ചാണെന്ന് അതിലെ ക്ലോസുകൾ നോക്കിയാൽ വ്യക്തമാകും. സമൂഹത്തിന്റെ 50% വരുന്ന സ്ത്രീകൾ പ്രാതിനിധ്യം ലഭിക്കാതെ ഒഴിവാക്കപ്പെടുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ നീതിബോധം 50% ഇല്ല എന്ന് സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുരുഷ ബാഹുല്യം അശ്ലീലതയാണെന്ന് തിരിച്ചറിയാനുള്ള സംസ്കാരം പോലും നമ്മുടെ ജനാധിപത്യ സമൂഹം ആർജിച്ചിട്ടില്ല എന്നത് ലജ്ജാകരമാണ്.